ചലച്ചിത്ര നടൻ കലാഭവൻ മണി മരിച്ചിട്ട് ബുധനാഴ്ച ഒരു മാസം തികയുന്നു. എങ്ങുമെത്താതെ അന്വേഷണം. കഴിഞ്ഞ മാസം മാർച്ച് 6-നാണ് കൊച്ചിയിലെ ആശുപത്രിയിൽ വെച്ച് കലാഭവൻ മണി മരിച്ചത്. മണിയുടെ ഔട്ട് ഹൌസായ പാഡിയിൽ മാർച്ച് 4-നാണ് മണിയും സുഹൃത്തുക്കളും മദ്യപിച്ചത്. 5-ന് വൈകുന്നേരത്തോടെ മണിയെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 6-ന് വൈകിട്ട് മണിക്ക് മരണം സംഭവിക്കുകയായിരുന്നു. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. മണിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തൃശൂർ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവൈഎസ്പി കെ.എസ്. സുദർശന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ ആദ്യഘട്ടത്തിൽ രൂപീകരിച്ചു. ചലച്ചിത്ര നടൻ ജാഫർ ഉൾപ്പെടെ പാഡിയിലെ മദ്യസൽക്കാരത്തിൽ പങ്കെടുത്ത 200ഓളം പേരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. പാഡിയിൽ വ്യാജവാറ്റ് എത്തിയിരുന്നുവെന്ന അന്വേഷണ സംഘം കണ്ടെത്തി. വാറ്റുണ്ടാക്കിയ വരന്തരപ്പള്ളി സ്വദേശി ഉൾപ്പെടെ 4 പേരെ കസ്റ്റഡിയിലെടുത്ത് ദിവസങ്ങളോളം അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. അന്വേഷണം നടക്കുന്നതിനിടെ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണൻ സ്വകാര്യ ചാനലിൽ മണിയുടെ മരണം കൊലപാതകമാണെന്ന് ആരോപണം ഉന്നയിച്ചിരുന്നു. സഹോദരന്റെ വെളിപ്പെടുത്തലിന്റെ പിന്നാലെ മണിയുടെ ശരീരത്തിൽ കീടനാശിനിയുടെ സാന്നിധ്യം കണ്ടെത്തിയതായി രാസപരിശോധന റിപ്പോർട്ട് വന്നതോടെ ദുരൂഹതയുടെ ആക്കം കൂട്ടി. ഇതോടെ അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് ടെമ്പിൾ തെഫ്റ്റ് സ്ക്വാഡ് SP ഉണ്ണിരാജയ്ക്ക് സർക്കാർ അന്വേഷണം കൈമാറി. ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. മണിയുടെ ആന്തരികാവയവങ്ങളുടെ ഹൈദരാബാദിൽ നടക്കുന്ന രാസപരിശോധനാ റിപ്പോർട്ടിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അന്വേഷണ സംഘം. മണി മരിച്ചിട്ട് ഒരു മാസം പിന്നിടുമ്പോഴും അന്വേഷണം എങ്ങുമെത്താത്തതിൽ മണിയുടെ കുടുംബം ഏറെ ദുഃഖിതരാണ്. താൻ മരിച്ചാൽ മാധ്യമങ്ങളിൽ 1 മാസത്തിൽ കൂടുതൽ ചർച്ച ചെയ്യാനുണ്ടാകുമെന്ന് മണി ഒരു ചാനലിൽ നേരത്തെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ യാഥാർത്ഥ്യമാവുകയാണിപ്പോൾ. പക്ഷേ മീഡിയാസിന് പോലും ഒരു 1.5 മാസം വരെ നിൽക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടാവും എന്നെ പറ്റി, ഞാൻ മരിച്ചുപോയി കഴിഞ്ഞാൽ. ഇത്ര ഇതിൽ ജനിച്ചു, നാടൻ പാട്ട് കണ്ടുപിടിച്ചു, ഇന്ന സിനിമയിൽ പാടി, ഇത്ര പടത്തിൽ അഭിനയിച്ചു, ബോധം കെട്ട് വീണു, എന്തൊക്കെയാ വാർത്തകളായിരിക്കും പറയുന്നത്. ദൈവമേ, ഇതൊക്കെ കാത്തിരിക്കുക എല്ലാവരും. ന്യൂസ് ഡെസ്ക് TCV.